2024 കോപ്പ അമേരിക്കയുടെ കലാശ പോരാട്ടത്തിന് ജൂലൈ 15 ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പന്തുരുളും. ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ അർജന്റീനയും കൊളംബിയയും മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കൊപ്പമാണെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. ഈ ഫൈനൽ പോരാട്ടത്തിൽ പരിശീലകൻ ലിയണൽ സ്കലോനി അർജന്റീൻ ദേശീയ ടീമിന്റെ ആദ്യ 11-ൽ ആരൊക്കെ ഉൾപ്പെടുത്തുമെന്ന ഒരു വലിയ ചോദ്യം അർജന്റീന ആരാധകരുടെ ഇടയിലുണ്ട്. കഠിനമായ ഫിസിക്കൽ ഗെയിമിനോടൊപ്പം തന്നെ ക്വിക്ക് കൗണ്ടർ അറ്റാക്കുകൾക്കും പേരുകേട്ട ടീമാണ് കൊളംബിയ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫോർമേഷനിൽ ഏതൊക്കെ താരങ്ങളെയാകും സ്കലോനി ആദ്യ 11-ൽ അണിനിരത്തുക എന്നത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒന്നാണ്. പ്രമുഖ അർജന്റീൻ മാധ്യമങ്ങളുടെ എല്ലാം റിപ്പോർട്ടുകൾ അനുസരിച്ച് സെമി ഫൈനലിലേത് പോലെ തന്നെ 4-3-3 ഫോർമേഷനിൽ തന്നെയാകും സ്കലോനി ഫൈനലിലും അർജന്റീനയുടെ ആദ്യ 11 കളത്തിലേക്ക് ഇറക്കുക. ഈ ഒരു ഫോർമേഷനിൽ പ്രതിരോധത്തിനോടൊപ്പം തന്നെ മുന്നേറ്റത്തിനും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ അർജന്റീൻ താരങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന ആദ്യ 11-ൽ ഇറക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഗോൾ വലക്ക് മുന്നിൽ അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തന്നെയാകും ഉണ്ടാകുക. ഇനി പ്രതിരോധ നിരയിലേക്ക് വരുമ്പോൾ നെഹുൽ മൊളീന, ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, തഗ്ലിയാഫിക്കോ എന്നിവരാകും ഉണ്ടാകുക. ഇനി മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ സ്ഥിര സാന്നിധ്യമായ റോഡ്രിഗോ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ഈ 3 താരങ്ങൾ തന്നെയാകും അർജന്റീനയുടെ ഫൈനൽ പോരാട്ടത്തിലും മധ്യനിരയിൽ ഉണ്ടാകുക. ഇനി മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ, ഹൂലിയൻ ആൽവരസ് എന്നിവരാകും. ഹൂലിയൻ ആൽവരസിന് പകരം ലൗതാറോ മാർട്ടിനസിനെ ആദ്യ 11-ൽ അണിനിരത്താൻ സാധ്യതയുണ്ടെങ്കിലും കുറച്ചുകൂടി അഗ്രസീവായി കളിക്കുന്നത് ഹൂലിയൻ ആൽവരസ് ആയതുകൊണ്ട് ഫൈനൽ പോരാട്ടത്തിൽ ഹൂലിയൻ ആൽവരസ് തന്നെ ആദ്യ 11-ൽ ഉണ്ടാകാനാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.